നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. മദ്യനയ കേസിൽ BRS നേതാവും മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിതയുമായി കെജ്രിവാൾ ഗൂഢാലോചന നടത്തുകയും 100 കോടി രൂപ കൈമാറുകയും ചെയ്തതിലെ വാസ്തവം എന്താണ്? കെജ്രിവാളിന് ഇനി പുറത്തേക്കുള്ള വാതിൽ തുറക്കുമോ? ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവിൽപ്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞ AAP സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് കേസിന് ആധാരം. സ്വകാര്യ മേഖലയ്ക്ക് മദ്യോൽപ്പന്ന വിതരണ മേഖലയിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം 2021-2022. ഇത് രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കിയതിനും അഴിമതിയുണ്ടെന്നാണ് CBI ഫയൽ ചെയ്ത ഇപ്പോഴത്തെ കേസ്. ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി, ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി, കൈക്കൂലി വാങ്ങി, L1 ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി 1 കോടി രൂപ നൽകിയെന്ന് CBI FIRൽ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് EDയും കേസന്വേഷണം തുടങ്ങിയത്. മദ്യനയ കേസിൽ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്ത BRS നേതാവും മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കവിത നിലവിൽ EDയുടെ കസ്റ്റഡിയിലാണുള്ളത്. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൗത്ത് ഗ്രൂപ്പിന് മദ്യവിതരണ സോഡുകൾ ലഭിക്കാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുമായും ഗൂഢാലോചന നടത്തിയതിന് കവിതയാണെന്ന് ED ആരോപിക്കുന്നത്. ഫെബ്രുവരിയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ 1 മാസത്തിനിടയിൽ ED അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. കവിത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും മുതിർന്ന AAP നേതാവ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. മദ്യനയം അനുകൂലമാക്കുന്നതിന് 100 കോടി രൂപ കൈമാറിയതായാണ് ED വെളിപ്പെടുത്തുന്നത്. അഴിമതിയും ഗൂഢാലോചനയും വഴി മൊത്ത കച്ചവടക്കാരിൽ നിന്ന് അനധികൃത ഫണ്ടുകൾ AAPക്ക് വേണ്ടി സൃഷ്ടിച്ചതായും ED ആരോപിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചനയ്ക്കായി കെജ്രിവാളിന്റെ ഡൽഹിയിലെ വീട്ടിൽ കവിത എത്തിയിരുന്നു. ഇതിനൊപ്പം ഹോട്ടലുകളിലും പലവിധത്തിലുള്ള ചർച്ചകൾ നടന്നെന്നാണ് കേന്ദ്ര ഏജൻസി പറയുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെതിരെ ED നിലപാടെടുക്കുക. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 9 തവണ സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. 1 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ED കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള അഴിമതികൾ ED കണ്ടെത്തിയിട്ടുണ്ട്. 2021-2022 ഡൽഹി മദ്യനയ കേസിലെ ദക്ഷിണേന്ത്യൻ ലോബിയുമായി കവിതയ്ക്ക് ബന്ധമുണ്ടെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. 2021-2022 വർഷത്തിൽ മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിനും അഴിമതി നടന്നുവെന്ന് ആരോപിച്ചാണ് കേസ്. ലഫ്റ്റനന്റ് ഗവർണറായ VK സക്സേനയുടെ ശുപാർശയെ തുടർന്നാണ് അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തുന്നത്. എന്നാൽ മദ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. കെജ്രിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു.